ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷമുള്ള വീഡിയോ, കാരണം ഇത് നമ്മുടെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേ ആണ്. അദ്ദേഹത്തോട് കൂടുതലുള്ള ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ 2019 ഒരു ഫെബ്രുവരി മാസം 4-ാം തീയതി വൈകുന്നേരം 7:41 അദ്ദേഹത്തോടു കൂടെ ഒരു മീറ്റ് ചെയ്യാൻ പറ്റിയ വലിയൊരു സന്തോഷം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയായ യമണ്ടൻ പ്രേമകഥ എന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ സിനിമ ലൊക്കേഷനായ കടമ്പക്കുടി വരാപ്പുഴയിൽ വെച്ച് അദ്ദേഹത്തെ മീറ്റ് ചെയ്യുമ്പോൾ, കാരണം മലയാളത്തിൻ്റെ ഒരു യങ് സൂപ്പർ സ്റ്റാറാണ്, അതുപോലെ തന്നെ ഒരു മലയാളത്തിൻ്റെ മെഗാ സ്റ്റാറിൻ്റെ മകനാണ് എന്നുള്ള ഒരു ജാടയുമില്ലാതെ അദ്ദേഹം ഞങ്ങളെ കാരണം എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ, അപ്പോൾ അവരുടെയൊക്കെ ഒരു പെരുമാറ്റം, പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു ഫോട്ടോ പറയുമ്പോൾ അന്ന് എൻ്റെ അടുത്തൊരു പൊട്ടം ഫോണാണ്, ആ ഫോണിലെടുത്ത പിക്ക്. കാരണം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ഫോട്ടോ എന്നാൽ ഫോൺ കാട്ട് പറഞ്ഞിട്ട്. കാരണം ഞാൻ അപ്പോൾ ചിന്തിച്ചു, ഇയാളൊരു നമ്മളൊക്കെ സിനിമയിൽ കണ്ട വലിയൊരു സ്റ്റാർ, കാരണം ആ ടൈമിലൊക്കെ പുള്ളി അത്യാവശ്യം സ്റ്റാറിലേക്ക് കഴിഞ്ഞ് നിന്ന ടൈമാണ്, അത്യാവശ്യം സ്റ്റാറാണ്, പിന്നെ ഒരു മെഗാ സ്റ്റാറിൻ്റെ മകനാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ നമ്മളൊരു പൊട്ടം ഫോണോ അതിൻ്റെ ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ ഉണ്ടായി. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ആളുകൾക്ക് ഞാനേ ആണ് വലിയൊരു സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു മൈൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു ജാടയോ ഒരു തലക്കനോ ഒന്നുമില്ലാത്ത അത്രത്തോളം നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു, കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റാതെ. പിന്നെ കാരണം എനിക്കൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ ലൊക്കേഷൻ ഒരു ഫൈറ്റ് എടുത്ത് കൊണ്ടിരിക്കുന്ന ടൈം, അതായത് മാഫിയ ശേഷം സ്റ്റണ്ട് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ, അതായത് ആ ഒരു ഫൈറ്റ് സീന് ഒരു ഉത്സവ പറമ്പിലാണ്. ആ ഒരു സീന് ഏകദേശം ഒരു 3 ദിവസം അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വില്ലൻ, അതായത് സ്റ്റണ്ട് ആർട്ടിസ്റ്റ് തന്നെയാണ് പുള്ളി. ഇങ്ങനെ ദുൽഖർ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചിടുമ്പോൾ പുള്ളി ഇങ്ങനെ കറങ്ങി വരണം. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്. പക്ഷേ ഈ ഇതിൻ്റെ മാസ്റ്റർ മാഫിയ ശശിക്ക് എത്ര എടുത്തിട്ടും പുള്ളി ചെയ്യുന്നതാണ് പാവം. പക്ഷെ അത് ഇയാളാച്ച അത്യാവശ്യം വെയിറ്റും ഉണ്ട്. ഈ സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ദുൽഖറുമായിട്ടുള്ള ഫൈറ്റാണ്. കാരണം പുള്ളി ആകെ ടയേർഡായിരുന്നു, നമുക്ക് സങ്കടം തോന്നും. കാരണം അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് ആ ചെയ്യുന്ന ആ റിസ്ക്കൊക്കെ ഒരുപാടുണ്ട്. എന്നാൽ കൂടിയും അവർക്കൊക്കെ വലിയൊരു വരുമാനം, ചെറിയ തുച്ഛമായ വരുമാനമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും അവർ ആ ഡെഡിക്കേഷൻ പറയാതെ, കാരണം അത്രത്തോളം റിസ്ക് എടുത്തിട്ട്, ഇപ്പോൾ താഴെ ബെഡ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ടാർപ്പായൊക്കെ വിരിച്ച് മണലൊക്കെ വിതറിയിട്ടുണ്ട്. എന്നാൽ കൂടിയും ഈ വീഴുന്നതിൽ കുറേ പരിക്കുകളും വേദനകളൊക്കെ വരും. മുറിയാവൂല, ചിലപ്പോൾ എന്തെങ്കിലും പരിക്കും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതൊന്നും വകവെക്കാതെ അയാളെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ദുൽഖറിന് ഇങ്ങനെ വൺ മോർ എന്ന് ഈ മാസ്റ്റർ ഇങ്ങനെ പറയുമ്പോൾ ദുൽഖറിന് തന്നെ വളരെ ഒരു സങ്കടമായിട്ട്, ഒരു ബുദ്ധിമുട്ടായിട്ട് പുള്ളി അറിഞ്ഞു പാക്കപ്പ് തരാം. കാരണം ഇനി നാളെ എടുക്കാം, ഇനി ഞാൻ ടയേർഡ്. കാരണം പുള്ളി പറഞ്ഞത് എന്തുകൊണ്ടാണ്, കാരണം ഇയാളാണ് മോശം എന്ന് പറഞ്ഞാൽ അത് ഇയാൾക്കൊരു ബുദ്ധിമുട്ടാവും. അതായത് ഈ സ്റ്റണ്ട് ആർട്ടിസ്റ്റിന് അവിടെ ഒരു ബുദ്ധിമുട്ടാവും, ചിലപ്പോൾ അയാളെ മാറ്റും. അതുകൊണ്ട് തന്നെ ദുൽഖർ എന്താ പറഞ്ഞു, ഞാൻ ഒന്ന് ടയേർഡാണ്. പുള്ളി നൈസായിട്ട് പുള്ളിയുടെ ഒരു മെയിലിട്ടിട്ട് പുള്ളി അത് നിർത്തിപ്പോയത്. കാരണം അത്രത്തോളം ഡൗൺ ടു എർത്താണ്. നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു കാര്യം. കാരണം ഇന്ന് പല ആളുകളുണ്ട്, കാരണം ഒന്നോ രണ്ടോ സിനിമ ചെയ്യുമ്പോൾ അവരെന്തോ വലിയ സംഭവമാണ്, എന്നാൽ നല്ലപോലെ അഭിനയിക്കാൻ അറിയില്ല, നല്ലപോലെ ഫൈറ്റ് ചെയ്യാൻ അറിയില്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനറിയില്ല. പക്ഷെ അവർ നല്ലൊരു സൗന്ദര്യം ഉണ്ടോ, പക്ഷെ അതുണ്ടാവും. ഇതൊന്നും ഇല്ലാത്തവന്മാർ കയറിയിട്ട് ജാട കാട്ടുമ്പോൾ എല്ലാം തികഞ്ഞൊരാൾ, അതായത് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എല്ലാത്തിലും അഭിനയിച്ചു. അതുപോലെ തന്നെ മെഗാ സ്റ്റാറിൻ്റെ മകനാണ്. അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാറാണ്, ഒരു പ്രൊഡക്ഷൻ കമ്പനി, അങ്ങനെ ഇതൊക്കെ ഉണ്ടായ ഒരാൾക്ക് ആ ടൈമിൽ അദ്ദേഹം ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയിട്ടില്ല. പക്ഷെ എന്നാലും പറയാം, ഇതൊക്കെ ഒരാൾ ചെയ്യുമ്പോൾ ഇന്നും അദ്ദേഹത്തിന് അതേ മൈൻഡ് സെറ്റാണ്. അന്നും ഇന്നും അദ്ദേഹത്തിന് ആ ഒരേ മൈൻഡ് സെറ്റുള്ള ആളാണ്. അത് അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം. അല്ല ഞാനൊരു ബർത്ത്ഡേ ആയിട്ട് ഒരു പൊക്കി പറയല്ല, പക്ഷേ അതാണ് അതിൻ്റെ സത്യം. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ഡിയർ DQ.